ഹലോ കൂട്ടുകാരെ, നമുക്കിപ്പോൾ ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില ഫ്ലേവറാണ്. നിങ്ങൾക്കപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം കുറച്ച് പഴം, കുറച്ച് ഈത്തപ്പഴം, ഉണക്കമുന്തിരിങ്ങ, ആപ്പിൾ, നോർമൽ മുന്തിരി. ഈ ഈത്തപ്പഴം ഉണക്കമുന്തിരിങ്ങായി നമുക്ക് നെയ്ക്കകത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് അല്ലാതിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ആ നെയ്യ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ആ ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് വേറൊന്നിനുമല്ല, നമുക്ക് ഈത്തപ്പഴം ഇങ്ങനെ നെയ്ക്കകത്തൊന്ന് ടോസ്റ്റ് ചെയ്ത് അതിനകത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് അനാറൊക്കെ ആഡ് ചെയ്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് രീതിയിലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്കിടാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു അര ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഡയറക്റ്റ് പാലിൽ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിക്ക് വന്നിട്ട് കുറുകി വരും. അപ്പോൾ അത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്ത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയൊക്കെ എടുക്കുന്നത് നമുക്ക് എത്രത്തോളം ഫ്രൂട്ട് സലാഡ് നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ചായിട്ടായിരിക്കണം പാലും പഞ്ചസാരയൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാരയും പാലും കൂടെ നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും, ഒരുപാട് തിളച്ച് പൊങ്ങരുത്, തിള വരുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും, ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റേർഡിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, അതതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കയറി കട്ട പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് തിളച്ച് പോകാതെ സൂക്ഷിക്കണം. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്ത് ഒരു 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 തിക്നെസ് പരുവാവുന്ന രീതി വരെ നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ആപ്പിൾ ആഡ് ചെയ്തു, പിന്നെ മുന്തിരിങ്ങ ആഡ് ചെയ്തു, പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഴം ആഡ് ചെയ്തു, പിന്നെ നെയ്ക്കകത്ത് ടോസ്റ്റ് ചെയ്ത് വെച്ച ഈത്തപ്പഴവും ഉണക്കമുന്തിരിങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു വാനിലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. നമുക്കിത് ഫ്രീസ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം പരുവത്തിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചൂട് സമയത്തും നോമ്പിൻ്റെ സമയത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് സലാഡാണ് ഇത്. ഇതിൽ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക്